ഇന്ന് നമുക്ക് അടിപൊളിയൊരു മസാല ദോശ കണ്ടാലോ? റൗണ്ടായി പരത്തുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാണ്. മസാല ദോശ കഴിച്ചിട്ടില്ലാത്തവർ ചുരുക്കമാണ്. മസാല ദോശ പരത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. അത് അടുത്തതായി അവർ മസാല ഇടുകയാണ്. ഇന്ന് 2 മസാല ദോശ കഴിക്കാമെന്ന് തോന്നി. മഴക്കാലമല്ലേ, മസാല ദോശയും മഴക്കാലവും നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും. അതാ ഉണങ്ങിയതിന് ശേഷം അവർ മസാല ദോശ എടുക്കാൻ പോവുകയാണ്. അത് മുറിയാതെ എടുക്കാൻ കുറച്ച് പാടാണ്. നമ്മളൊക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് മുറിഞ്ഞ് തരിപ്പണമായിട്ടുണ്ടാവും. സാധാരണ അവിടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അവർ ഒരു മടക്ക് മാത്രമേ ചുറ്റൂ. ഞങ്ങൾ പാർസൽ പറഞ്ഞതുകൊണ്ട് അവർ അത് 4 മടക്കാക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ മസാല ദോശ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.